എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൗ ടു ബിക്കം യുവർ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഇന്ന് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ആ ഒരു നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനെ കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും ഇന്ന് ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ബെറ്റർ വേർഷനെ കൊണ്ടുവരാൻ പറ്റുന്നത്? സോ ഇതിന് ആദ്യമേ വേണ്ടത് നമ്മളുടെ വെൽബീയിങ്ങിനെ പറ്റിയിട്ട്, നമ്മുടെ മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സിനും ഒക്കെയും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഒരു മാറ്റമാണ് നമ്മൾ ആദ്യമേ ഇത് കൊണ്ടുവരേണ്ടത്. സോ ദിസ് വിൽ ബി എ ജേർണി. ഇത് ഒരു ദിവസം കൊണ്ട് നമ്മളെ ഒരു ബെറ്റർ വേർഷൻ ആക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല. ദിസ് വിൽ ബി എ ജേർണി. ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്. കുറച്ച് പാടാണ്, പക്ഷെ നമ്മളിത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ ആർക്കും സാധ്യമാവുന്നൊരു കാര്യമുള്ളൂ. ഒരു 90 days ഒക്കെ കൊണ്ട് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, മറ്റുള്ളവർക്കും ഫീൽ ചെയ്യാം. ഇതിനുള്ള ആദ്യ പടി ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് പലർക്കും പരാജയപ്പെടുന്നത് അവിടെയാണ്. ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഫോക്കസ് പലരായിട്ടും ഇങ്ങനെ ഷാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. സോ നമ്മൾക്ക് വേണ്ടത് കുറച്ച് ടൈം എടുത്താലും നമ്മൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്തുകൊണ്ടാണ് ഇൻറ്റൻഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തണം. ഇതൊരു അവയർനെസ് ആണ്. സോ ഈ ഒരു അവയർനെസ്സിലൂടെ നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ, അതായത് നമ്മളുടെ ഇൻറ്റൻഷൻസ് ഒക്കെ ഗോൾ സെറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എഴുതാനും അത് വിഷ്വലൈസ് ചെയ്യാനും പറ്റണം. ഈ എഴുതുമ്പോൾ നമ്മൾക്ക് സ്വയമായിട്ട് നമ്മളുടെ, ബിക്കോസ് ഇതൊരു അവയർനെസ് ആണ്, എന്താണ് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്, എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ്, ഇതെല്ലാം നമ്മൾ എഴുതി നമ്മൾ ഒരു സെൽഫ് അവയർനെസ്സിലോട്ട്, സെൽഫ് റിയലൈസേഷനിലോട്ട് നമ്മൾ പോകണം. നമ്മളുടെ ഗോള് സെറ്റ് ചെയ്യണം, അതിനെ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സും ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ. നമ്മൾക്ക് സ്വയമായിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഴുതി നോക്കാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു സുഹൃത്ത്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളൊരു വെൽവിഷറായിട്ടുള്ള ഒരു അടുത്തൊരു സുഹൃത്തിനടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം. എന്താണ് നമ്മുടെ സ്ട്രെങ്തും വീക്കെൻഡ്സും ലിമിറ്റിംഗ് ബിലീഫൊക്കെ നമുക്കായിരിക്കും അറിയുന്നത്. അടുത്ത സുഹൃത്തിനാണെങ്കിൽ അവർക്കും അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു ആവശ്യം തേടാം. ഇങ്ങനെ നമ്മളുടെ ഒരു ഇതിനെ സെറ്റ് ചെയ്തെടുക്കുക. ആൻഡ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു വളർച്ചയുടെ പാതയിലോട്ട് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് പലപ്പോഴും ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. സോ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യും. മൈൻഡ് സെറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തടസ്സങ്ങളായിരിക്കും കാണുന്നത്. ഈ തടസ്സങ്ങളെയൊക്കെ നമുക്ക് അവസരങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. എങ്ങനെ അവസരങ്ങളാക്കണം? ഈ അവസരങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വരുന്ന ഓരോ തടസ്സങ്ങളും, ഓക്കെ, ഇതൊക്കെ എന്നെ എങ്ങനെ വളർച്ചയിലോട്ടും ഉയർച്ചയിലോട്ടും ഇതെങ്ങനെ കൊണ്ടുപോകുന്നു, എപ്പോഴും സദാ ടൈമും നമ്മൾ അത് എങ്ങനെ നമ്മൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടെ തന്നെ ഇരിക്കണം. സോ നമ്മളെപ്പോഴും ഒരു ഗ്രോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും എപ്പോഴും നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം. അഗ്രസീവായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളെ കാണണം. ആൻഡ് ഓപ്പൺ ആയിരിക്കണം. നമ്മൾ ആ ഒരു റിസീവിങ് മൂഡിലായിരിക്കണം. നമ്മൾ എല്ലാ കാര്യത്തിനും വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റണം. സോ എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഇതിലുപരി നമ്മുടെ കംഫർട്ട് സോണിനെ, നമ്മളുടെ കുഷനിങ്ങളിൽ നിന്ന് നമ്മൾ മാറി അതൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്ത് വരണം. ആ കംഫർട്ട് സോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട്. ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾക്കൊരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സോ ഇത് നമ്മളുടെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാം നമുക്ക് ഒരു ഓവറോൾ ഒരു വെൽബീയിങ്ങിന്, നമ്മൾക്ക് ഒരു ഹാപ്പിനെസ് തരുന്നത് പോലെ നമ്മളെ പരിപാലിക്കാൻ നമ്മൾക്ക് പറ്റണം. പലപ്പോഴും നമ്മൾക്ക് ടെൻഷൻ ആവുന്ന സമയത്ത് ഫുഡ് കഴിക്കാതെയും ഉറക്കമില്ലാതെയും ഒക്കെയും ഇരിക്കുന്ന അവസരങ്ങളുണ്ട്. സോ ഇതൊക്കെ നമ്മളെ ഹാം ചെയ്യാണ്. സോ അതൊന്നും നോക്കണ്ട, മറ്റുള്ളവർ പറയുന്നതൊന്നും നോക്കണ്ട. നമുക്ക് നമ്മളുടെ ഒരു ഹെൽത്ത് ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഹെൽത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം.
ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും എക്സസൈസും ഒക്കെയും പ്രാക്ടീസ് ചെയ്യുന്നത് ഓവറോൾ നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെയും നമ്മൾ ഈ ഒരു സെൽഫ് കെയർ, മീ ടൈം ഒക്കെ ഇതിന് വളരെയധികം. അടുത്തതായിട്ട് ആക്ഷൻ സ്പീക്സ് ബെറ്റർ ദാൻ വേർഡ്സ് അല്ലേ. നമ്മൾ മിക്കപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, പക്ഷെ ആക്ഷൻസ് എടുക്കത്തില്ല. ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമ്മൾക്ക് സക്സസ് ഉണ്ടാവത്തുള്ളൂ, അത് നമ്മൾക്കറിയാം. പക്ഷെ നമ്മൾ ഓൾവേസ് വി ആർ ഇൻ വേർഡ്സ്. നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അന്നത്തെ ദിവസം എന്തൊക്കെയോ നമ്മൾ നേടി എന്നുള്ളത്, പക്ഷെ നമ്മൾ ആക്ഷൻസ് എടുക്കുന്നില്ല. സോ ആക്ഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ വലിയ ഗോൾസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഗോൾസ് ആക്കുക. ഇന്നിപ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇനി ഡെയിലി 5 o'clock എഴുന്നേക്കും എന്നുള്ളൊരു മിനി ഗോളാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് അലാം അടിച്ചു, 5 5:30 കഴിഞ്ഞ് 6 മണിയായപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് 5 മണിക്ക് പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ, നാളത്തെ ദിവസം എടുക്കാം. അത് വേണ്ട. നമ്മളങ്ങനെ കുഞ്ഞു കുഞ്ഞു ബേബി സ്റ്റെപ്സ് എടുത്ത് മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. 6 മണിക്ക് എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോ, അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഒരു 30 days നമ്മൾ ചെറിയ കോഴ്സിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ ഇതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുവഴി തന്നെ നമ്മളുടെ എനർജി തരം തന്നെ മാറും. സോ അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ സ്മോൾ ഗോൾസ്, അത് തന്നെ വലിയ രീതിക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ലാസ്റ്റ്, വി ഓൾ ഹാവ് 3 phases: എ ഗുഡ് ഫേസ്, എ ബാഡ് ഫേസ് ആൻഡ് എൻ അഗ്ലി ഫേസ്. അത് ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഇറ്റ്സ് ഓക്കെ. നമ്മൾക്ക് എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട്. വി ഓൾ ആർ ഇംപെർഫെക്റ്റ്. പക്ഷെ നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മളിത് അവെയർ ആകുക എന്നുള്ളതാണ്. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണ്, നമ്മുടെ സ്ട്രെങ്തൻസ് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഇതെല്ലാം നമ്മൾ അവെയർ ആകുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം, പക്ഷെ ഓൾവേസ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. എന്നാൽ മാത്രമേ ആ ജേർണി നമ്മൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ പ്രാക്ടീസ് സെൽഫ് ലവ്, പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ ആൻഡ് ഓൾവേസ് ബി ഓണസ്റ്റ് ടു യുവർ സെൽഫ്. ഓൾവേസ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഒരു ബെറ്റർ വേർഷനെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. I think it takes years. പക്ഷെ നമ്മൾക്ക് അതിലോട്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് നമ്മൾക്ക് വരാനും പറ്റും. ഇതിന് വർഷങ്ങളും എടുക്കാം. സോ അഗെയിൻ ചോയ്സ് ഈസ് യുവേഴ്സ്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് കുറേ സമയം എടുക്കും. സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ജേർണി. സോ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദാറ്റ് വിൽ ബി സോ സപ്പോർട്ടീവ് ഫോർ മീ. So thank you so much. We will meet on another video.